ഷെർലി ക്ലാസ്സസ് ഹിന്ദിയിലേക്ക് സ്വാഗതം. മക്കളെ, +2 ക്ലാസ്സിലെ 3rd യൂണിറ്റിൻ്റെ 3rd ചാപ്റ്ററാണ് മുർഗി ഉഫ്ര ബുലാക്കി. ബുലാക്കി എന്ന് വിളിക്കുന്ന മുർഗി. മുർഗി എന്ന് വെച്ചാൽ കാതിൽ അണിയുന്ന ചെറിയൊരു ആഭരണമാണ്, കർണാഭരണം. ബുലാക്കി എന്ന് വെച്ചാൽ മൂക്കിൽ അണിയുന്ന മുക്കുത്തി, ചെറിയ മുക്കുത്തിയാണ് ബുലാക്കി. ഓക്കെ, അമൃത പ്രീതമാണ് എഴുതിയത്. അവരുടെ കഹാനിയാണ് പാഠഭാഗം. നമുക്ക് പാഠം നോക്കാം. ഓക്കെ, മാം മുർഗി കാ ബ്യാഹെ കബ് ഹുവാ ഥാ. അമ്മേ, മുർഗിയുടെ ബ്യാഹ് എന്ന് വെച്ചാൽ വിവാഹം എന്നാണ് കഴിഞ്ഞത്. മേനെ തോ കഫി ഉസ്കെ പതി കോ ദേക്കാ നഹി. ഞാൻ ആണെങ്കിൽ ഒരിക്കലും അവളുടെ ഭർത്താവിനെ കണ്ടിട്ടില്ല. ലേട്ടാ ഹുവാ കുമാർ ചൗങ്ക് കർ ബൈഠ് ഗയാ. കിടന്നിരുന്ന കുമാർ ചൗങ്കിന ഞെട്ടി എഴുന്നേറ്റിരുന്ന് ഓർ കഹിനെ ലഗ പറയുവാൻ തുടങ്ങി. മെയിൻ തോ ജബ് സെ പൈദാ ഹുവ. ഞാൻ എപ്പോഴാണോ ജനിച്ചത്, മുർഗി കോ യഹീൻ ദേക്കാ ഹേ. മുർഗിയെ ഇവിടെ കാണുന്നു, അതായത് അവരുടെ വീട്ടിൽ. അപ്പനെ ഗർ ഈസി പിച്ചലി കോട്ടരി മേ. പിച്ചലി പിറകിലെ കോട്ടരി മുറി, നമ്മുടെ വീടിൻ്റെ ബാക്ക്വശത്തുള്ള മുറിയിലാണ് ആ പെൺകുട്ടിയെ കാണുകയും ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ആരാ? കുമാർ. ഓക്കെ, ഉസേ അഫാഗി കാഫി ബ്യാഹു ഹുവാ ഥാ. ആ ഭാഗ്യമില്ലാത്തവളുടെ വിവാഹം കഴിഞ്ഞതാണ്. തു ചോട്ടാ സാ ഥാ. നീ അന്ന് ചെറുതായിരുന്നു. 4 വർഷക്ക. അന്ന് നിനക്ക് 4, 4 എന്ന് വെച്ചാൽ 4 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് അമ്മ കുമാറിനോട് പറയുന്നു. और वह ससुराल गई थी. അപ്പോൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയോ? സസുരാൽ കഹാന്ത. സസുരാൽ എവിടെയായിരുന്നു? ഭർത്താവിൻ്റെ വീട് എവിടെയായിരുന്നു? ഇന്ന കോയി ജന്മിനെ വാല ഔർന കോയി സഹജിനെ വാല. ഞാൻ അവൾക്ക് ജന്മം നൽകിയ, അതായത് അച്ഛനെയും സഹജനെ വാല സംരക്ഷകനെയും കണ്ടിട്ടില്ല എന്ന് കുമാർ പറഞ്ഞു. മാം മുച്ചേ സാരി ബാത്ത് സുന. അമ്മ, എനിക്ക് എല്ലാ കാര്യങ്ങളും കേൾക്കണം എന്ന് അമ്മയോട് അറിയിക്കുന്നു. ഓക്കെ, കഥ പറയാണ് മുർഗിയെക്കുറിച്ച് അമ്മ. ഓക്കെ, ഇസ്കാ ബാപ്പ് ഹമാരെ ഘർ കാ ബഹത്ത് പുരാന നൗക്കർ ഥാ. ഇവളുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ പുരാന പഴയൊരു നൗക്കർ ജോലിക്കാരൻ ആയിരുന്നു. തൂ ജബ് പൈദാ ഹുവ. എപ്പോഴാണോ നീ ജനിച്ചത്? ആ ഉസ്നെ മേരെ ആകെ ബിൻതി കി കി ഗാവ് മേ ഉസ്കി സ്ത്രീ മർ ഗയി ഹേ. അയാൾ വിനീതനായി എൻ്റെ അരികിലേക്ക് വന്ന് അറിയിച്ചു, ഗ്രാമത്തിൽ അയാളുടെ സ്ത്രീ എന്ന് വെച്ചാൽ ഭാര്യ മരിച്ചുപോയി. ആറെ ഉസ്കിയെ ലഡ്കി വഹീൻ ചാച്ചാക്കെ പാസെ അകേലി രഹത്തി ഹേ. ഗ്രാമത്തിൽ അയാളുടെ ലഡ്കി എന്ന് വെച്ചാൽ മകൾ ചാച്ചാ ചിറ്റപ്പൻ്റെ കൂടെ അകേലി തനിച്ച് താമസിക്കുന്നു. അഗർ മെയും മാൻ ജാവു തോ വഹപ്പനി ലഡ്കിക്കോ യഹാം ലേ ആയേ. ഞാൻ മാൻ എന്ന് വെച്ചാൽ സമ്മതിക്കുക, അംഗീകരിക്കാന്ന്. ഞാൻ സമ്മതിച്ചാൽ അയാളുടെ മകളെ എവിടേക്ക് കൊണ്ടുവരാം എന്ന് പറഞ്ഞു. വഹത്തുച്ചയും ഖിലായ കരേഗി ആ റോട്ടി കാ ലിയ കരേഗി. അവൾ നിനക്ക് ആഹാരം നൽകും, അല്ലെ നിന്നെ നല്ല രീതിയിൽ നോക്കും. അതിന് പകരമായി ആ കുട്ടിക്ക് ഭക്ഷണം കൊടുത്താൽ മതിയെന്നും അറിയിച്ചു. ഫിർ പിന്നെ കുമാറിനറിയാനുള്ള വ്യഗ്രതയാണ്. പിന്നെ എന്ന് ചോദിച്ചു. മേനെ ശുക്ര കിയാക്കി മുച്ചേ ഹാത്ത് കാ സഹാര മിൽ ജായക. ഞാനും കരുതി എനിക്കൊരു ഹാത്ത് കാ സഹാര, കൈത്താങ് അല്ലേ, അതൊരു സഹായം ആകുമല്ലോ എന്ന് ഞാൻ കരുതി. അങ്ങനെ വഹലടുക്കിക്കോ ഗാവ് സേ ലേ ആയ. അങ്ങനെ ആ പെൺകുട്ടിയെ ഗ്രാമത്തിൽ നിന്ന് കൊണ്ടുവന്നു. മുഷ്കിൽ സേ 12 വർഷക്ക് ഹോഗി തബ്. അപ്പോൾ അവൾക്ക് കഷ്ടിച്ച് 12 എന്ന് വെച്ചാൽ 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊണ്ടുവന്ന കുട്ടിക്ക് 12 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബെഡി മാസൂം സി മാതൃഹീൻ ഹേ. അവൾ അമ്മയില്ലാത്തവൾ ആയിരുന്നു. മുച്ചെ ബെഡി ഫലി ലിഖി. അതുകൊണ്ട് എനിക്ക് അവളോട് സ്നേഹം തോന്നുകയും ചെയ്തു. നല്ല കുട്ടിയാണെന്ന് തോന്നി, മാതൃഹീനയാണ്, അതുകൊണ്ട് ആ കുട്ടിയോട് എനിക്ക് സ്നേഹം തോന്നി. ജബ് ആയി. എപ്പോഴാണോ കുട്ടി വന്നത്? ഇസ്നെ കാലി. ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. इसने काली सलवार पहन रखी थी. शरीर पर हरे रंग का कुर्ता था. കാലി എന്ന് വെച്ചാൽ കറുത്ത, ഹര എന്ന് വെച്ചാൽ പച്ച, രംഗ് നിറം. ഒക്കെ കറുത്ത സൽവാറും പച്ച നിറത്തിലുള്ള കുർത്തയുമാണ് അണിഞ്ഞിരുന്നത്, അല്ലെ ധരിച്ചിരുന്നത്. ബദൻ എന്ന് വെച്ചാൽ ശരീരം. ബദൻ സേ ദുർബൽ സേ. ശരീരം മെലിഞ്ഞത് ആയിരുന്നു. പർ രംഗ് ബഹത്ത് സഫേദ്. പക്ഷേ അവളുടെ നിറം നല്ല വെളുപ്പും ആയിരുന്നു. നയൻ നക്സാഫി സുന്ദർ. കാണാൻ സുന്ദരിയും ആയിരുന്നു. കാനോമേം ചാന്ദിക്ക് മുർഗിയാം പഹന്തി. കാന്നച്ച ചെവിയിലെ ചാന്തി, വെള്ളിയുടെ കമ്മലും അണിഞ്ഞിരുന്നു. അവർ നാക്കുമേ സോനാക്ക ചോട്ടാ സാ ബുലാക്കെ. നാക്കെന്ന് വെച്ചാൽ മൂക്കിലെ, സോന സ്വർണത്തിൻ്റെ ചെറിയൊരു, ബുലാക്കെന്ന് വെച്ചാൽ മുക്കുത്തിയും ഉണ്ടായിരുന്നു. ഫിർ കുമാറിനെ ഉത്സുകദാസെ പൂച്ച. ഫിർ വീണ്ടും പിന്നെ എന്നൊക്കെ ചോദിക്കുകയാണ്.
പിന്നെ ബാക്കി കുമാർ എന്ത് ചെയ്തു? ഉത്സുകതയോടെ വ്യാകുലതയോടെ വീണ്ടും ചോദിക്കണം. മുझे तो वह अपने हाथों से नहीं खिलाती थी, अपनी जान से खिलाती थी. തുച്ഛെന്ന് വെച്ചാൽ നിന്നെ അവളുടെ ഹാത്ത് കൈകൊണ്ടല്ല തീറ്റിച്ചത്, പിന്നെയോ അപ്പനി ജാൻസെ അവളുടെ ജീവൻ കൊണ്ടായിരുന്നു നിന്നെ തീറ്റിപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് നോക്കിയത്. തോ ഉസ്കാ പീച്ചെ നഹീൻ ചോടുത്ത, നീ അവളുടെ പീച്ചെന്ന് വെച്ചാൽ പിറകിൽ നിന്നും ചോടിനെ വിട്ടുമാറുകയും ചെയ്യില്ലായിരുന്നു. കുട്ടി സംരക്ഷിക്കുന്നുണ്ട്, കൊച്ചു ചെറിയ കുട്ടിയല്ലേ, എപ്പോഴും അവളുടെ കൂടെ തന്നെ ആയിരുന്നു. കഫി തോ ഉസ്കെ മുർഗിയോ को मुट्ठी फर लेता था और कभी उछल कर उसके बुलाक को पकड़ता था. നീ കഫി എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നീ എന്ത് ചെയ്യും? മുർഗി എന്ന് വെച്ചാൽ അവളുടെ കാതിൽ അണിയുന്ന കമ്മലാണ്. മുഷ്ടിഫർ, അവളുടെ കമ്മൽ നിൻ്റെ കൈക്കലാക്കും. ഇടയ്ക്കിടയ്ക്ക് ഉച്ചൽ എന്ന് വെച്ചാൽ തുള്ളിച്ചാടി അല്ലെ പൊങ്ങിച്ചാടി അവളുടെ മുക്കുത്തിയിലും പകർന്ന പിടിക്കുകയും ചെയ്യുമായിരുന്നു. ചെറിയ കുട്ടിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ എന്ത് ചെയ്യായിരുന്നു? പെങ്കൊച്ചിൻ്റെ കാതിൽ കിടക്കുന്ന കമ്മൽ അവൻ്റെ കൈക്കലാക്കും. അതുകൂടാതെ തുള്ളിച്ചാടി അവളുടെ മൂക്കുത്തിയെ പിടിക്കുകയും ചെയ്യും. മേം പ്യാർ സെ കഫി ഉസ്കോ മുർഗി ബുലാത്തി ഥി കഫി ബുലാക്കി. എന്ന് വെച്ചാൽ ഞാൻ സ്നേഹത്തോടെ എപ്പോഴും അവളെ മുർഗിയെന്നും ബുലാക്കിയെന്നും വിളിച്ചു. അത് കേട്ട് ചോദിക്കാണ്, അമ്മ ഏഹ മുർഗി ആർ ബുലാക്കി നാം തൂനെ രഖേദേ. അമ്മയാണോ അവൾക്ക് ബുലാക്കിയെന്നും മുർഗിയെന്നും നാം എന്ന് വെച്ചാൽ പേരിട്ടത് എന്ന് കുമാർ ചോദിച്ചു. അപ്പോൾ അമ്മ പറയണ, ഹാം അതെ, മെയ്നെ ഹി ഇസ്കെ നാം രഖീതേ, ഞാനാണ് അവൾക്ക് പേരിട്ടത്. പറഞ്ഞ ജാനെ കോൻ സേ വക്ത് രഖീതേ, പക്ഷേ ഏതു സമയത്താണെന്ന് എനിക്ക് അറിയില്ല. കുമാർ ചോദിച്ചു, ക്യോം എന്തുകൊണ്ട്? വഹ് ജബ് ബെഡി ഹുയി, ക്യോം എന്ന് വെച്ചാൽ എന്തുകൊണ്ട്? വഹ് ജബ് ബെഡി ഹുയി 16 വർഷ की 17 വർഷ की ഉസ്കോ ഖൂബ് രൂപ ചട് ഗയ, അവൾ വളർന്ന് ബെഡി വലുതായി. 16 എന്ന് വെച്ചാൽ 16 17 വയസ്സ് അവൾക്ക് ആയി. ഉസ്കോ ഖൂബ് എന്ന് വെച്ചാൽ നല്ലതുപോലെ നല്ല രീതിയിൽ, രൂപ ചട് ഗയി നല്ല രൂപം ഉണ്ടായെന്ന് വെച്ചാൽ നല്ല പെൺകുട്ടിയായി മാറി. മെയും ദാന്തേം തലി ജീഫ് ദേക്കർ കകുത്തി ഥി, ആശ്ചര്യത്തോടെ ഞാൻ പറഞ്ഞു, രി മുർഗി എടി മുർഗി, കിസ്കെ കാലമേ പടേകി, നീ ആരുടെ കാതിലാണ്? പടേകി എന്ന് വെച്ചാൽ ആരുടെ കാതിൽ വീഴുമെന്ന് വെച്ചാൽ ആരുടെ കാതിലെ കമ്മലാകും. ആരെ കിസ്കി നാക്കമേ ബുലാക്ക് കീ തരക്ക് ചമക്കുകി, ആരുടെ നാക്ക് മൂക്കിലെ മുക്കുത്തിയായി ചമക്കിന തിളങ്ങും എന്നും ഞാൻ ചോദിച്ചു. അമ്മ ചോദിച്ചതാണ് എന്തൊക്കെയാണ്? ആരുടെ കാതിലെ കമ്മലാകും, ആരുടെ മൂക്കിലെ മുക്കുത്തിയായി തിളങ്ങുകയും ചെയ്യുമെന്ന്. കുമാർ മുസ്കുരായ, കുമാർ പുഞ്ചിരിച്ചു. ബഡെ സുന്ദർ പഹാടി ഗീത് ഗാത്തിദി, നല്ല സുന്ദരമായ ഗിരിവർഗക്കാരുടെ പാട്ടവൾ പാടുമായിരുന്നു. ഉട്ടെ പഞ്ചി ഫി കടെ ഹോ ജാത്തേതേ, ഉടനെ പറക്കുക പഞ്ചി പക്ഷി, പറക്കുന്ന പക്ഷികൾ പോലും നിന്നത് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. ഫിർ പിന്നെ എന്ന കുമാർ, ഇസ്കെ ബാപ്പിനെ അപ്പനെ ഗാവ്മേ കഹീം ആർ ഇസ്കാ റിസ്ത കർദിയ, അവളുടെ അച്ഛൻ അവളുടെ ഗ്രാമത്തിൽ എവിടെ നിന്നോ അവൾക്കൊരു റിസ്ത എന്ന് വെച്ചാൽ ബന്ധം തരപ്പെടുത്തി കൊടുത്തു. ഇൻ ലോകോ മേം ലഡ്കിയോം കെ റുപ്പയ ലേത്തെ ഹേ, ആ ജനങ്ങൾ എന്ന് വെച്ചാൽ അവിടെയുള്ള ഗ്രാമക്കാരെ പെൺകുട്ടികൾക്ക് വേണ്ടി രൂപ വാങ്ങുമായിരുന്നു. അത് കേട്ട് കുമാർ ചോദിച്ചു, ലഡ്ക അച്ഛാതാ, ലഡ്കയെ കാണാൻ കൊള്ളാമായിരുന്നു. അച്ഛാ കിസിലിയെ ഹോത്താ ഥാ, അത് ഹൊനാഥാ ദുജാഥാ. അച്ഛാ കിസിലിയെ ഹൊനാഥാ ദുജ എന്ന് വെച്ചാൽ രണ്ടാം കെട്ട്, എങ്ങനെ കൊള്ളാവുന്നവൻ ആകും, രണ്ടാം കെട്ടുകാരൻ ആയിരുന്നു. ദുജ ക്യാ ഹോത്താ ഹേമ, രണ്ടാം കെട്ടുകാരൻ എന്ന് വെച്ചാൽ എന്താണമ്മേ? ആരെ ജിസ്കി പഹ്ലി പത്നി മർ ഗയി ഹോ, അയാളുടെ ആദ്യത്തെ ഭാര്യ മരിച്ചുപോയി. ഫിർത്തോ ഉസ്കി ബഹത്ത് ഉമ്ര ഹോഗി, എങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രായം ഉണ്ടാകുമല്ലോ എന്ന കുമാറിൻ്റെ ആശങ്ക. ബഹത്ത് ഫീദേ ആറെ ഉസ്മേം ആർഫി അവഗുണതേ, ഒരുപാട് പ്രായമുണ്ടായിരുന്നു, അതുകൂടാതെ വേറെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. നജാനെ ആങ്കോമേം കോയ് നക്സാദ ആരെ മുച്ചേ പൂരി തരഹ് പതാ നഹിയേ, അയാൾക്ക് എങ്ങനെയാണ് പ്രായം കൂടുതലായിരുന്നു, വേറെ ദോഷങ്ങളും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല എനിക്ക് പൂരി തരഹ് എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും അയാളെക്കുറിച്ച് അറിയില്ല. പർദ പൈസ വല, പക്ഷേ അയാൾ ആരായിരുന്നു? പൈസയുള്ളവനായിരുന്നു. തബീത്തോ ഉസ്നെ സ്യാദ പൈസ ദിയതേ, അതുകൊണ്ടാണ് അയാൾ എന്ത് ചെയ്തേ? കൂടുതൽ പണം കൊടുത്തത്. മുർഗിക്ക് വേണ്ടി അച്ഛന് കൂടുതൽ പണം അയാൾ കൊടുത്തു. അത് കേട്ട് കുമാർ ചോദിച്ച ഫിർ പിന്നെ ബാപ്പിനെ ജബ് ബാത്തെ പക്കിക്ക് വക യഹ് രാത്ത് ഹി രാത്ത് മേം ഏക ശഹരി ലഡ്കെ കെ സാത്തെ ഭാഗുകെ, ബാപ്പിനെ ജബ്, ബാപ്പ് എപ്പോഴാണോ കാര്യം ഉറപ്പിച്ചത്, ബാത്ത് പക്കിന്ന് വെച്ചാൽ കാര്യം ഉറപ്പിച്ചതേ, ആ രാത്രി തന്നെ അവൾ എന്ത് ചെയ്തു? ഏക ശഹരി ലഡ്കെ കെ സാത്തെ,
ഒരു പട്ടണത്തിലെ ചെറുക്കൻ്റെ കൂടെ ഭാഗിക്കുകയും ഓടിപ്പോവുകയും ചെയ്തു. അപ്പോൾ കുമാർ ചോദിച്ചു, വഹ് കോൻ ഥാ, അവൻ ആരായിരുന്നു? മേനെ തോ ദേഖാ നഹി, ഞാൻ കണ്ടിട്ടില്ല. പർ ഖുദ് ഹി ബദാത്തി ദി വഹ് ബഡാ ചബീല ലഡ്കാ ഥാ. ലഡ്കാ ഥാ എന്ന് വെച്ചാൽ ചബീല, സുന്ദരൻ. അവൾ പറഞ്ഞു, എന്താ കാണാൻ സുന്ദരനായ ചെറുക്കനാണ് എന്നവൾ പറഞ്ഞു, പക്ഷേ ഞാൻ കണ്ടിട്ടില്ല. ഹമാരെ ഇസി ഷഹരി കാ ഹി ഹോഗ, അവൻ നമ്മുടെ ഈ പട്ടണത്തിൽ ഉള്ളവനാണോ എന്ന്. അത് കേട്ട് അമ്മ പറയുകയാണ്, ഇസി ഷഹർ കാ ഇസി ബസ്തി. ബസ്തി എന്ന് വെച്ചാൽ കോളനി. ഈ പട്ടണത്തിൽ ഉള്ളവനാണ്, ഇതേ കോളനിയിൽ ഉള്ളവനാണ്. അപ്പോൾ ഇതേ പട്ടണത്തിലും അതായത് നമ്മുടെ പട്ടണത്തിലും ഇവിടെയുള്ള കോളനിയിൽ ഉള്ള ചെറുക്കനുമാണ്. ഇവിടെ ബാസാർ മേ ജോ ഹോട്ടൽ ഹേ വഹീം കാം കർത്താദാ കേക്ക് ബനാത്താദാ. വലിയ ബാസാർ എന്ന് വെച്ചാൽ ചന്തയിലെ ഹോട്ടലിലെ കാം കർത്താദാ ജോലി ചെയ്യുന്നു. കേക്ക് ഉണ്ടാക്കുന്ന ജോലിയാണ് അവൻ ചെയ്യുന്നത്. ഫിർ പിന്നെ എന്ന് കുമാർ. 4 ചഹ മഹീനെ ഇസ്കെ സാത്ത് കിസി ഷഹർ മേം രഹി. 4 ചഹ എന്ന് വെച്ചാൽ 4-6 മഹീന മാസങ്ങൾ അവൻ്റെ കൂടെ ഏതോ ഗ്രാമത്തിൽ താമസിച്ചു. ഉസ്നെ ഗർ ബനായ, അയാൾ എന്ത് ചെയ്തു? ഗർ എന്ന് വെച്ചാൽ വീട് നിർമ്മിച്ചു. ജോ കുച്ച് പാസദ ലഗാദിയ, എന്തൊക്കെയാണോ കയ്യിലുണ്ടായിരുന്നത് അതൊക്കെ മുടക്കി എന്ത് ചെയ്ത വീട് വയ്ക്കുകയും വീട്ടിലെ വസ്തുക്കളല്ലേ സാധനങ്ങൾ വാങ്ങണം അതിനു വേണ്ടി കൊടുത്തു. എന്നിട്ട് എന്തൊക്കെയാണ് മുറുകി കൊടുത്തേ എന്നാണ് എഴുതിയിരിക്കുന്നത്. മോട്ടെ മോട്ടെ ചാന്തിക്ക് കടേതേ, വലിയ വലിയ ചാന്തി വെള്ളിയുടെ വള, കടാന്ന് വെച്ചാൽ വളയാണ്, വളകളുണ്ടായിരുന്നു. ഗലമേ ചാന്തിക്ക് ജഞ്ചിർതി, കഴുത്തിലെ ചാന്തിയുടെ വെള്ളിയുടെ ഒരു ജഞ്ചിർ മാലയുണ്ടായിരുന്നു. തെരി വർഷാക്കാണ്ട് പർ മേനെ ഇസിക്കോ സോനയ്ക്ക് അങ്കുട്ടി ദീദി, അങ്കുട്ടി മോതിരം, വർഷാക്കാണ്ട് ജന്മദിനം, നിൻ്റെ ജന്മദിനങ്ങളിൽ ഞാൻ എന്ത് ചെയ്യായിരുന്നു? അവൾക്ക് വേണ്ടി അങ്കുട്ടി സ്വർണ്ണ മോതിരം നൽകുമായിരുന്നു. അപ്പോൾ എല്ലാ വർഷാക്കാണ്ടിലും ഈ കുട്ടിയുടെ കുമാറിൻ്റെ എല്ലാ ജന്മദിനങ്ങളിലും അമ്മ മുറുകിക്ക് വേണ്ടി ഒരു സ്വർണത്തിൻ്റെ മോതിരം നൽകുമായിരുന്നു. ഏക് ബാർ, ഒരു പ്രാവശ്യം ബാലിയാം ദീദി, ബാലിയ എന്ന് വെച്ചാൽ ഈ ചെറിയ റിങ്ങാണ്, കാതിലിടുന്ന റിങ്. ഒരു പ്രാവശ്യം എന്ത് ചെയ്തു? ചെറിയൊരു റിങ്ങും ഞാൻ വാങ്ങി നൽകി. ഉസ്നെ സബ് കുച്ച് ബേച്ച് കർ കർക്കി വസ്തുവേം ഖരീദി, ഇതെല്ലാം ബേച്ചന വിറ്റിട്ട് വീട്ടിലെ വസ്തുക്കൾ ഖരീദിന വാങ്ങുകയും ചെയ്തു. और फिर പിന്നെയോ എന്ന് വേണുകുമാർ. ഫിർ കോയി ഒരു സ്ത്രീ ഉസ്കി നസർ മേ ബൈഠ് ഗയി, പിന്നീട് ഏതോ ഒരു സ്ത്രീ അവൻ്റെ നസർ എന്ന് വെച്ചാൽ ദൃഷ്ടിയിൽ സ്ഥാനം പിടിച്ചു, അവൻ്റെ കണ്ണിലെ മറ്റേതോ സ്ത്രീ സ്ഥാനം പിടിച്ചു. വഹ ഇസ്കോ കിസി ഗാവ് മേ ദസറ കാ മേള ദിഖ്നെ കെ ലിയെ ലേ ഗയ, അവൻ ദസറ എന്ന മേള ഫെസ്റ്റിവലാണ് നോർത്ത് ഇന്ത്യയിലെ, അത് കാണിക്കാൻ വേണ്ടി ഏതോ ഗ്രാമത്തിൽ ഈ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി. അവർ രാത് കോ സരായ് മേം സോയെ ഹുയി കെ അഞ്ചൽ സേ ഘർ കെയും ഛാബി കോൽക്കർ ലേ ഗയ. സരായ് എന്ന് വെച്ചാൽ വഴിയമ്പലം എന്ന വാക്കാണ്. ഈ കുട്ടിയെ ദസറ എന്ന ഫെസ്റ്റിവൽ കാണിക്കാൻ വേണ്ടി ഏതോ ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്താ ചെയ്യുന്നൊക്കെ, രാത്രിയിൽ സരായ്മയും വഴിയമ്പലത്തിൽ സോന ഉറങ്ങിക്കിടന്ന ആ കുട്ടിയുടെ ആഞ്ചൽ എന്ന് വെച്ചാൽ തുണിയുടെ അഗ്രത്തിൽ നിന്നും വീടിൻ്റെ ചാബി അതിനെ കെട്ടിയിട്ടിട്ടാണ് ആ കുട്ടി കിടക്കുന്നത്, അങ്ങനെ ആയിരിക്കും. അതുകൊണ്ട് ആ ചാബി കോൽക്കര അഴിച്ചുകൊണ്ട് പോയി. എന്താ ചെയ്തേ? വഴിയമ്പലത്തിൽ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയുടെ, അതായത് അവളുടെ തുണിയുടെ തുമ്പിൽ നിന്നും എന്ത് ചെയ്തു? ആ ചാബി അഴിച്ചുകൊണ്ട് പോയി, ലേഖയ കൊണ്ടുപോയി. എന്നിട്ട് ഇസ്കോ അവളെ വഹീം സരായ് മേഹി ചോട് ഗയ, അവളെ ആ വഴിയമ്പലത്തിൽ ഇത് ഉപേക്ഷിക്കുകയും ചെയ്തു. ആ കുട്ടിയെ വഴിയമ്പലത്തിൽ ഉപേക്ഷിച്ചിട്ട് അവൻ പോയി. അത് കേട്ട് കുമാറിനെ അപ്പന നിച്ചല ഹോണ്ട്, നീച്ചല എന്ന് വെച്ചാൽ താഴത്തെ ഹോണ്ട് ചുണ്ട്, അപ്പനെ ദാന്തെന്ന് വെച്ചാൽ പല്ല്, കെ ദബിന അമർത്തുക ആർ ഫിറെ കുറുത്തു ഹോക്കർ കഹിനെ ലഗ, അതെ ഇസ്നെ ഠൂണ്ട് നഹീം ഉസ്കോ, ഠൂണ്ടിനാ തേടുക. കുമാർ ദേഷ്യത്തോടെ കഴിച്ചുണ്ട് കടിച്ചു. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് ദേഷ്യത്തോടെ, എന്താ പറഞ്ഞേ? അവൾ അവനെ തിരക്കിയില്ലേ, അതായത് ആ വഴി അമ്പലത്തിൽ ഉപേക്ഷിച്ചിട്ട് പോയ ഭർത്താവിനെ മുറുകി തിരക്കിയില്ലേ എന്നാണ് ക്രുദ്ധത്തോടെ ദേഷ്യത്തോടെ ആര് ചോദിച്ചത്? കുമാർ അമ്മയോട് ചോദിച്ചു. നമുക്ക് എവിടം വരെ നിൽക്കട്ടെ, അടുത്ത ക്ലാസ്സിലെ ബാക്കി പോർഷൻ എടുത്തു തരാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച ഇത്രയും കാര്യങ്ങളെ വൃത്തിയായിട്ട് നോക്കി വായിച്ചു വച്ചിരിക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ബാക്കി നമുക്ക് ക്ലാസ്സായിട്ട് കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യുക, മറ്റു കുഞ്ഞുങ്ങളിലേക്ക് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ശരി, അടുത്ത ക്ലാസ്സിൽ